ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മള് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. പേജ് നമ്പർ 30 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കുറേയധികം പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനൊരു സമാന്തര ശ്രേണി എഴുതാം. 5, 10, 15, 20, 25, 30 ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഈ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം നമുക്കറിയാം. എത്രയാണ് പൊതു വ്യത്യാസം? 10-ന്ന് 5 പോയാലും 15-ന്ന് 10 പോയാലും 20-ന്ന് 15 പോയാലും എല്ലാം നമുക്ക് എന്താ കിട്ടുക? 5 പൊതുവ്യത്യാസമായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ പദങ്ങൾ എടുത്ത് നമുക്ക് വിശകലനം ചെയ്യാം. അപ്പം 1, 2, 3, 4, 5, 6 പദങ്ങളാണുള്ളതല്ലേ. അപ്പം ഇത് 3 നമുക്ക് ഇതിന്റെ മുകളിൽ 1, 2, 3, 4ാമത്തെ പദം 5, 6 പദങ്ങളെ തൽക്കാലം എഴുതിയിട്ടുള്ളൂ. അപ്പം 3ാമത്തെ പദവും 4ാമത്തെ പദവും കൂടി കൂട്ടിയാൽ തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം 15ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 35. അപ്പൊ ഈ 15ൽ നിന്ന് ഞാൻ ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നു. അപ്പൊ 15 നമ്മൾ എന്താണ്? തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം ആണ് അല്ലേ. ഇവിടെ ഒന്ന് കുറയ്ക്കുന്നു, ഇവിടെ ഒന്ന് കൂട്ടുന്നു. അപ്പൊ ഇവിടെ എത്ര ഞാൻ കുറയ്ക്കുമ്പോൾ സെക്കൻഡ് ടേം വരും. ഞാൻ ഇവിടെ ഒന്ന് 4-ന്ന് 5ലോട്ട് പോകുന്നു. അപ്പം ഫിഫ്ത്ത് ടേം. അപ്പൊ സെക്കൻഡ് ടേം എത്ര? 10. ഫിഫ്ത്ത് ടേം എത്ര? 25. ഇത് രണ്ടും കൂട്ടുമ്പോ എത്രയാ വരിക? 35. ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഒരു ടേം കൂടെ. അപ്പം ഇവിടെ നമുക്ക് തേർഡും ഫോർത്തും കിട്ടി. എത്ര? 35. സെക്കൻഡും ഫിഫ്ത്തും 35 നേടി. ഇതിൽ നിന്ന് ഇനി ഒരു ടേം ബാക്കിലോട്ട് പോകുന്നു, ഇവിടെ നിന്ന് ഒരു ടേം മുന്നിലോട്ട് പോകുന്നു. ഒരു കോമൺ ഡിഫറൻസ് 5-ന്ന് ആഡ് ചെയ്യുമ്പോൾ 6. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ഇവിടെ ഒന്ന് കൂട്ടുന്നു, സിക്സ്ത് ടേം. എത്രയാന്ന് നോക്കിക്കേ. ഫസ്റ്റ് ടേം 5, സിക്സ്ത് ടേം 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 35 എന്ന് തന്നെ കിട്ടി. ഇവിടെ നമ്മൾ കണ്ടെത്തിയ പ്രത്യേകത എന്താണ്? നമ്മള് മൂവിങ് വൺ പൊസിഷൻ ഫോർവേഡ് ആൻഡ് മൂവിങ് ദ സെയിം ഡിസ്റ്റൻസ് ബാക്ക്വേർഡ് ഗിവ് ദ സെയിം സം. നോക്കിക്കേ, ആദ്യം നമ്മൾ എടുത്ത 3ാം പദവും 4ാം പദവും ഇത് രണ്ടും എടുത്ത് കൂട്ടിയപ്പോ 35. ഇതിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് പിന്നിലോട്ട് പോയി. ഈ 4th ഒരു കോമൺ ഡിഫറൻസ് മുന്നിലോട്ട് പോയി. അപ്പം ഇവിടെ ഒന്ന് കുറയുന്നു, ഇവിടെ ഒന്ന് കൂടുന്നു. അപ്പം സെക്കൻഡ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം അതും 35. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കുറയുന്നു. സെക്കൻഡിൽ നിന്ന് ഒന്നുകൂടെ കുറയുമ്പോൾ ഫസ്റ്റ് ടേമിലെത്തും. ഫിഫ്ത്തിൽ നിന്ന് ഒന്നുകൂടെ കൂടുമ്പോൾ ഞാൻ എവിടെ എത്തും? സിക്സ്ത് ടേമിലെത്തും. അതിന്റെയും സം എത്രയാണ്? 35 തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് എന്താ പറയാം? ഈ വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ്, ഒരു പൊസിഷൻ കൂടുകയും മറ്റൊന്ന് കുറയുകയും ചെയ്യുമ്പോൾ ബൈ ദ സെയിം എമൗണ്ട്. സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമൺ ഡിഫറൻസ് ആണ് കൂടുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോമൺ ഡിഫറൻസ് കുറയണം. 2 കോമൺ ഡിഫറൻസ് ഒരിടത്ത് കൂടുകയും ഒരു കോമൺ ഡിഫറൻസ് കുറയുകയും ചെയ്താൽ അത് തെറ്റാണ്. അപ്പം ഒരേ രീതി സെയിം എമൗണ്ട് ദ സം ഓഫ് ദ ടേംസ് അറ്റ് ദീസ് പൊസിഷൻ ഡു നോട്ട് ചേഞ്ച്. സം ഓഫ് ദ ടേംസ് കണ്ടേ, സം എത്രയാണ്? 35, 35, 35 ഒരിക്കലും മാറുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടി എന്താണ്? ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈ വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്. അത് നമുക്ക് എഴുതാം. ഇൻ ആൻ അരിത്തമാറ്റിക്, മനസ്സിലായോ? ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് if one position is increased, in an arithmetic sequence if one position is
increased, increased, ഒന്ന് കൂടുകയും and another and another എന്താ സംഭവിക്കുന്ന another position is decreased by the same amount. എന്താണ് സെയിം ഒരേ അകലം പൊതുവ്യത്യാസം ഒന്ന് കൂടിയ ഒന്ന് കുറയും രണ്ട് കൂടിയ രണ്ട് കുറയും മൂന്ന് കൂടിയ മൂന്ന് കുറയും അല്ലാതെ ഒരിടത്ത് ഒന്ന് രണ്ട് കൂടുകയും മറ്റിടത്ത് ഒന്ന് കുറയുകയും ചെയ്താൽ അത് ബാലൻസ് ആകില്ല. ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ അകലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The sum of the terms of these positions do not change. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇനി മറ്റൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടിയെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. പിന്നെ നേരത്തെ ഇവിടെ നോക്കിയ പൊസിഷൻ 3 ഉം 4 ഉം 7 2 ഉം 5 ഉം 7 1 ഉം 6 ഉം 7. നോക്കിക്കേ പൊസിഷൻ എല്ലാം ആഡ് ചെയ്യുമ്പോൾ 7 ആണ് വരുന്നത്. സം എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്തോ വരിക 35. ഇവിടെ നമുക്ക് ആ പ്രോപ്പർട്ടി പറയാം. എന്താണ്? ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ടു പൊസിഷൻസ്. ഇതിന്റെ എല്ലാ പൊസിഷൻ എന്താണ്? സം 7 ആണ് വരുന്നത്. സം ഓഫ് ടു പൊസിഷൻ നമുക്ക് ആ പ്രോപ്പർട്ടി ഇങ്ങനെ എഴുതാം. ഇൻ ആൻ arithmetic sequence if the sum of two positions, that's sum of two positions is equal to the sum of other two positions. അപ്പൊ എന്താ സംഭവിക്കുക? അതിന്റെ സം ഓഫ് ദ ടേംസും ഈക്വൽ ആയിരിക്കും. other two positions, then the sum of the terms, then the sum of the terms at each pair is same. മനസ്സിലായോ? അതായത് in an arithmetic sequence എന്താണ്ട് 3 ഉം 4 ഉം ആഡ് ചെയ്യുമ്പോൾ 7, 2 ഉം 5 ഉം 7, 1 ഉം 6 ഉം 7. അങ്ങനെയുള്ള പൊസിഷൻ എല്ലാം ഈക്വൽ ആയി വരുന്നതിന്റെ ആ പെയറിന്റെ സമ്മും എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. സം ഓഫ് 4th and 10th ടേം ഈസ് 45. അപ്പം ഞാനത് ചുരുക്കി ചെയ്ത 4th plus 10th പൊസിഷൻ ആണ് 45. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം 45 വരും? ഇതിനൊന്ന് കുറയ്ക്ക് 3rd, ഇതിനൊന്ന് കൂട്ട് 11th, എത്രയായിരിക്കും? 45. ഇതിനൊന്ന് കുറയ്ക്ക് 2nd, ഒന്ന് കൂട്ട് 12 ഈക്വൽ 45. ഇതിനൊന്ന് കുറയ്ക്ക് 1st, ഇതൊന്ന് കൂട്ട് 13 ഈക്വൽ 45. അത് ആഡ് ചെയ്യുമ്പോൾ പൊസിഷൻ 4 ഉം 10 ഉം 14. അങ്ങനെ 14 വരുന്ന പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ 14 എന്ന പൊസിഷൻ വരുന്നതിന്റെ എല്ലാം സം എന്ത് തന്നെയായിരിക്കും? 45, 45 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുപോലുള്ള ചോദ്യങ്ങൾ എക്സാമിനേഷന് വരുന്നതായിരിക്കും.
പേജ് 30 എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈവൺ നമ്പർ ഓഫ് ടേംസിന്റെ സം. ഓഡ് നമ്പർ ഓഫ് ടേംസ് എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. അപ്പം ഇത് 2, 4, 6, 8 ഇപ്പൊ 4 ഉണ്ട്. ഇതില് ഇതാ ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. ഇവിടെ നോക്കിക്കേ, 2ഉം 8ഉം 10, 4ഉം 6ഉം 10. ഇവിടെ 4 പദങ്ങളാണുള്ളത് അല്ലേ? അപ്പം ഫസ്റ്റ് പ്ലസ് ഫോർത്ത് എത്ര? 2 + 8 എന്ന് പറയുന്നത് 10. സെക്കൻഡ് പ്ലസ് തേർഡ് 4 + 6 എന്ന് പറയുന്നത് 10. ഇനി ഇതിന്റെ മൊത്തം സം കാണണമെങ്കിൽ, അതായത് 2 + 4 + 6 + 8 കാണണമെങ്കിൽ ഈക്വൽസ്, അപ്പൊ നമുക്ക് 2ഉം 8ഉം 10, 4ഉം 6ഉം 10. അപ്പൊ 10ന്റെ എത്ര പേഴ്സ് ഉണ്ട്? 2 pairs are there. 2 pairs are there. അപ്പൊ 10ന്റെ 2 ജോഡികളുണ്ട്. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? 10 2 20. ഇനി ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം. എന്താണ്? സം ഓഫ് ഈവൺ നമ്പേഴ്സ്. ഇവിടെ നമുക്ക് 4 ഉള്ളതുകൊണ്ടാണ് നമുക്ക് 2 പേർ. 6 വന്നാല് 3 പേർ. അപ്പൊ എത്രയാണ്? നമ്പർ ഓഫ് പേഴ്സ്, നമ്പർ ഓഫ് പേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ. ഒരു പെയറിന്റെ വില എത്രയാണ്, വാല്യൂ എത്രയാണ്, അതിനെ എത്ര പേരുണ്ട് അത്രയും പേർ കൊണ്ട് എന്താണ് ഗുണിക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ, 2, 4 അല്ല 2 എടുക്കുന്നില്ല, 5, 10, 15, 5, 10, 15, 20, 25, 30, 35, 40. ഈവൺ ആണോ നോക്കുന്നത്? 2, 3, 4, 5, 6, 7, 8. നോക്കിക്കേ, 5ഉം 40 എത്ര? 45. 10ഉം 35 എത്ര? 45. 15ഉം 30 എത്ര? 45. 20ഉം 25 എത്ര? 45. അപ്പൊ നമുക്ക് എത്ര പേര് കിട്ടി? ഇവിടെ 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6, 7, 8 ടേംസ് ആണ്, 8 പദങ്ങൾ. അപ്പൊ എത്ര? 4 pairs. 4 pairs. And value of each pair. ഞാൻ ഇപ്പുറത്തോട്ട് എഴുതാം. 4 pairs each of എത്ര? 45. അപ്പൊ സം ഈസ് ഈക്വൽ ടു 4 × 45. എത്ര വരും? 4, 16, 18, 180 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈവൺ നമ്പർ ഓഫ് ടേംസിന്റെ സം കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 30 ഒന്നാമത്തെ ചോദ്യമാണ് എഴുതിയിട്ടിരിക്കുന്നത്. റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് 4 ടേം 100. അതായത് 4 സമാന്തര ശ്രേണികൾ എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ 4 പദങ്ങളുടെയും കൂടെ തുക കൂട്ടുമ്പോൾ എത്ര? 100 ആയിരിക്കണം. 4 പദങ്ങളുടെ തുക 100 ആകുന്ന 4 സമാന്തര ശ്രേണികൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് പ്ലസ് ഫോർത്ത്, 4 ടേമും കൂടി എത്ര? 100 അല്ലെ? അപ്പൊ ഈവൺ നമ്പറാ. ഇത് നമുക്ക് പെയറാക്കാം. 1ഉം 4ഉം ഒരു പെയർ, 2ഉം 3ഉം വേറൊരു പെയർ അല്ലെ? 2 pairs equals 100.
ഏതൊക്കെയാ 2 പേര്? 1 4 2 3. അപ്പൊ 1 പെയർ എത്രയായിരിക്കും? 100/2 എത്ര? 50. അതായത് ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്തും 50 ആയിരിക്കും, സെക്കൻഡ് പ്ലസ് തേർഡും ഇതായിരിക്കും 50 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടേംസ് ഏതൊക്കെയാന്ന് നോക്കാം. 2 3 കൂട്ടുമ്പോ 50. 50ന് നമുക്ക് 10ഉം 40ഉം 50 ആകാം, 20ഉം 30ഉം 50 ആകാം. ഞാൻ 20ഉം 30ഉം എടുക്കുന്നു. 20ഉം 30ഉം എടുക്കുന്നു. അപ്പം 20ഉം 30ഉം എടുക്കുകയാണെങ്കിൽ ഇവിടെ പൊതു വ്യത്യാസം എത്ര? കോമൺ ഡിഫറൻസ് 10. അപ്പൊ 10 മുന്നിലോട്ട് കൂട്ടുകയും 10 പിന്നിലോട്ട് കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് ഇവിടെ 10, 20, 30, 40 എന്ന് കിട്ടും. ഇത് 4ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടുകയും ചെയ്യും. ഇനി അടുത്തൊരു ശ്രേണി നമുക്ക് എഴുതി നോക്കാം. ഇവിടെ 20ന് പകരം 21 ആക്കിയാലോ? ഇത് രണ്ടും കൂടെ 50 ആയിരിക്കും. 21 വരുമ്പോ ഇവിടെ 29. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? 8. 29ന് 21 പോയാൽ 8. അപ്പൊ 8 കൂട്ടുകയും 8 ഇവിടെ കുറയ്ക്കുകയും ചെയ്യണം. അപ്പൊ പിന്നിലോട്ട് 8 കൂട്ടുമ്പോ എത്ര? 37 വരും. ഇവിടെ 8 കുറയ്ക്കുമ്പോ എത്ര? 13, 8, 21. ഇത് 4ഉം കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഇനി മറ്റൊരു ശ്രേണി ഇതുപോലെ തന്നെ ഒന്നിവിടെ കൂട്ട് 22. അപ്പൊ ഇവിടെ എത്ര വരും? 22ഉം ഈ രണ്ടും കൂടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പദം 50 ആയിരിക്കും. അപ്പൊ ഇവിടെ 28. ഇവിടെ 1 കൂടുന്നു, ഇവിടെ 1 കുറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ആയിരിക്കും വരിക? നോക്കിക്കേ, ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? 6 അല്ലേ? 22ന് 6 പോയാൽ എത്ര വരും? 16. ഇവിടെ എത്ര വരും? 34. നോക്കിക്കേ, 22, 28, 50, 16, 34, 50. ഇതുപോലെ 4 ശ്രേണികൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇത് ഇനി 24 ആക്കിയാലോ? ഇവിടെ എത്ര വരും? 26. ഇവിടെ പൊതു വ്യത്യാസം എത്ര? 2. അപ്പൊ 2 കുറയ്ക്കുക, 2 കൂട്ടുക. അങ്ങനെ 4 സമാന്തര ശ്രേണികള്, അവയുടെ തുക എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എഴുതിയിട്ടിരിക്കുന്നത് ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 and the sum of first 6 terms is 105. Calculate the first 6 terms of the sequence. ചോദ്യം മനസ്സിലായോ? ഒന്നാം പദം ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105 ആയാൽ ആ 6 പദങ്ങളും ഏവ. 6 പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന വെച്ച് നമുക്ക് ചെയ്യാം. 6 പദങ്ങളാണ് ഉള്ളതല്ലേ? ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് പ്ലസ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത്. 6 പദങ്ങളും കൂടെ കൂട്ടുമ്പോ എത്ര? 105. ഇതിൽ 6 പദങ്ങളില് എത്ര പേഴ്സ് കാണും? 3 പേഴ്സ് കാണും. വി ഹാവ് 3 പേഴ്സ്. ഏതൊക്കെയാണ്? 1 and 6, 1ഉം 6ഉം, 2ഉം 5ഉം. ഇവിടെ 1 കൂടുന്നു, ഇവിടെ 1, 3 എത്ര? 4, 3ഉം 4. 1 കുറയുന്നു, കൂടുന്നു, കുറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ 3 പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഒരു പെയർ എത്ര? 3 പേർ 105 ആയാൽ 1 പെയർ ഈക്വൽസ് 105/3 35. ഇതിലെ ഫസ്റ്റ് ടേം നമുക്ക് ആദ്യത്തെ എടുക്കാം. ഫസ്റ്റ് പ്ലസ് 6th 35. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5. 5 പ്ലസ് 6th ടേം ഈക്വൽസ് 35, 35. ഇനി നമുക്ക് 6th ടേം കിട്ടത്തില്ലേ?
സിക്സ്ത് ടേം ഈക്വൽസ് 35 മൈനസ് 5 ഈക്വൽസ് 30. 35 5 പോയാൽ 30 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഏതിലേക്ക് എത്താം? കോമൺ ഡിഫറൻസിലേക്ക് എത്താം. അപ്പം ഒന്നാമത്തെ പദത്തിൽ നിന്ന് 6ാം പദം വരെ പോണെങ്കിൽ 1, 2, 3, 4, 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ടേം പ്ലസ് 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡഡ് ഗീവ്സ് സിക്സ്ത് ടേം. മനസ്സിലായല്ല? 5 1 6. അപ്പൊ ഫസ്റ്റ് ടേം 5. 5 പ്ലസ് 5d ഈക്വൽസ് 30. അപ്പൊ ഇതിൽ നിന്ന് 5d കിട്ടത്തില്ലേ? 5d ഈക്വൽസ് 30 മൈനസ് 5. 30 മൈനസ് 5 25. 5d 25 ആയാൽ d എത്ര? 25/5 സമം 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എഴുതിക്കൂടെ 6 പദങ്ങള്? ഒന്നാമത്തെ 5, 5, 10, 15, 20, 25, 2, 3, 4, 5, 30. ഇതാണ് 6 പദങ്ങൾ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി 2 ചോദ്യങ്ങൾ കൂടി ഈ എക്സസൈസിൽ ബാക്കിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അതും വരേക്കും ബൈ. ഓക്കെ.